Greenland Particle Boards presents FIFEX 2024, powered by Zamoria, co-sponsored by Cadia, Mapleton, Florid, Legracia, Exclaro and Indroyal. നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ഉണ്ട്. ഫിഫെക്സിനെ സംബന്ധിച്ചിടത്തോളം, ഫുമയെ സംബന്ധിച്ചിടത്തോളം പല കാലഘട്ടങ്ങളിലായി അതിൻ്റെ ഭരണ നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. ഫുമയ്ക്കും ഫിഫെക്സിനും എന്നും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഏറ്റവും ബഹുമാന്യനായ ഞങ്ങളുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ റാഫി പുത്തൂർ സാറാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. വളരെ സന്തോഷം. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു കടലോളം വരുന്ന ഉത്തരവാദിത്തങ്ങളാണ്, അല്ലെ, വാനോളം വരുന്ന ഉത്തരവാദിത്തങ്ങളാണ്. ആ ചുമതലകൾ ഒരുപാടുണ്ട്. അതുകൂടാതെ ഈ ഒരു രക്ഷാധികാരി എന്ന് പറയുന്ന പദവി ഫിഫെക്സിനെയും ഫുമയെയും ഫർണിച്ചർ രംഗത്തെ, ഈ വ്യവസായ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമേ തന്നെ സാറിനൊന്ന് അഭിനന്ദിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ 5ാം എഡിഷനിൽ വന്ന് നിൽക്കുകയാണ്. 5th എഡിഷൻ എന്ന് പറയുമ്പോൾ ഫിഫെക്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 എഡിഷനുകളിൽ നിന്നും വ്യത്യസ്തമായ പുതിയ തീരുമാനങ്ങൾ, കാഴ്ചപ്പാടുകൾ, പ്രൊഡക്റ്റുകളിലുള്ള വൈവിധ്യം, ഇതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. സാർ ഇപ്പോൾ വന്ന് എല്ലാ സ്റ്റോളുകളിലും സന്ദർശിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ മാറ്റങ്ങളാണ് സാറിന് ഫീൽ ചെയ്തത്? ഇപ്പോൾ നമ്മൾ ഈ ഫിഫെക്സ് 5ാമത്തെ എഡിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം മെച്ചൂർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലത് കഴിഞ്ഞ തവണ നമുക്ക് പറ്റിയ പാകപ്പിഴകൾ അത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ കുറേയും കൂടിയും വളരെ ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട്, പ്രത്യേകിച്ച് പ്രോഡക്റ്റ് വെറൈറ്റീസ്. ചില സമയത്ത് ചില കാലഘട്ടങ്ങളിൽ നമുക്ക് ചില പ്രോഡക്റ്റുകൾ കൂടുതലായി കാണപ്പെടാറുണ്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരേ പ്രോഡക്റ്റ് കുറേ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ പല ഇങ്ങനത്തെ എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുള്ള പരിചയവും ഇവിടെ നടത്തിക്കൊണ്ടുള്ള പരിചയം കൊണ്ട് അതിൽ നിന്ന് ഉടലെടുത്ത് വന്നിട്ടുള്ള അഭിപ്രായത്തിൻ്റെ അനുസരിച്ച് നമ്മളിവിടെ വിവിധ വെറൈറ്റി ആയിട്ട് കൂടാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം. ഇതൊരു ഇവിടെ വന്നിട്ടുള്ള പല എക്സിബിറ്റേഴ്സിനോടും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള പല കസ്റ്റമേഴ്സിനോടും ചോദിച്ചപ്പോൾ അവരൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ 2013 നമ്മുടെ സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചാണ് നമ്മൾ ആദ്യത്തെ ചെറിയ തോതിൽ നടത്തിയത്. അന്ന് നമ്മളൊരു ബ്രാൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 5 ടേമിലായിട്ടാണ് ബ്രാൻഡിങ് ഫിഫെക്സ് എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് ഇവോൾവ് ചെയ്ത് വന്നിങ്ങനെ പത്രമാറ്റ് പ്യൂരിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പല പാഠങ്ങളും ഇനിയും ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലരും, സാർ ഉൾപ്പെടെയുള്ള ഒത്തിരി പേരും ഇപ്പോൾ ചൈനയിലാണെന്നുണ്ടെങ്കിലും മലേഷ്യയിലാണെന്നുണ്ടെങ്കിലും മറ്റേത് കൺട്രീസിലാണെങ്കിലും നടക്കുന്ന ഇത്തരത്തിലുള്ള എക്സിബിഷനിൽ സ്ഥിരമായി അത് വിസിറ്ററായിട്ട് പോവുകയും വേണ്ട പ്രൊഡക്ട്സുകൾ നോക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ കാണുന്ന എല്ലാ ഫർണിച്ചറുകളിലും അതിൻ്റേതായിട്ടുള്ള പുതുമ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി 100% ഉറപ്പ് പറയാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും അതിൻ്റെ ഡിസൈനിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാനുഫാക്ചറർ എന്ന് പറയുമ്പോൾ, ഒരു എക്സിബിഷനെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സാർ എങ്ങനെയാണ് ഈ ഒരു മാറ്റത്തെ മനസ്സിലാക്കുന്നത്? ഇതിൽ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഫിഫെക്സ് വളരുന്നതോടൊപ്പം തന്നെ, ഫ്യൂമ വളരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഒരു കൂട്ടം വ്യവസായികളും എല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മിക്ക ആളുകൾക്കും ഒരു എൻഡ് കസ്റ്റമറിനെ കിട്ടാനുള്ളൊരു സാഹചര്യം കേരളം മുഴുവനോ അല്ലെങ്കിൽ തമിഴ്നാട് മുഴുവൻ കറങ്ങി നടക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മളിവിടെ ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞു 2013 തുടങ്ങിയ എക്സിബിഷനിൽ പങ്കെടുത്ത ആളുകളെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇതിൻ്റെ അന്ന് ചെറിയ തോതിൽ, വളരെ ചെറിയ തോതിൽ നടത്തിയ ആളുകളാണ് ഇതിന്റെ മുഖ്യ സ്പോൺസർമാരായിട്ട്. വളരെ മികച്ച പ്രോഡക്റ്റിന്റെ ഇവിടെ നമ്മൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതെന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം. കാരണം അവർ ഫ്യൂമയോടൊപ്പം ഫിഫെക്സിനോടൊപ്പം തന്നെ വളർന്നു. അവരും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് പോയി. നമ്മുടെ നമ്മുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ആളുകൾ തന്നെ വളരെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അവരെ പ്രോഡക്ട്സും അവരെ എന്താ പറയുക വോളിയം എല്ലാം അതേ ലെവലിൽ കൂടി. അതേപോലെ തന്നെ പുതിയ ആളുകൾക്ക് അവസരം കിട്ടുമ്പോൾ, പുതിയൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവർക്ക് പർച്ചേസ് ചെയ്യാൻ, പുതിയൊരു ഫർണിച്ചർ കട തുടങ്ങുകയാണെങ്കിൽ അവർക്ക് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും പറ്റിയൊരു ഇടമാണ് നമ്മുടെ ഫിഫെക്സ്.
അതുപോലെ തന്നെ ഒരു പുതിയൊരു മാനുഫാക്ചററെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് കൃത്യമായി എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും അത് കൃത്യമായിട്ട് അവന് ഷോക്കേസ് ചെയ്യാൻ പറ്റിയൊരു ഇവൻ്റാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫർണിച്ചർ മാനുഫാക്ചേഴ്സും മെർച്ചൻസിനും എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു തൃശ്ശൂർ പൂരാണ്. കാരണം എല്ലാവർക്കും എന്നും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ വെറും കച്ചവടം മാത്രമല്ല ഇവിടെയാണ്, സൗഹൃദത്തിന്റെ വലിയൊരു വേദിയാണ്, സൗഹൃദത്തിന്റെ വേദിയാണ്. കാരണം കച്ചവടം ഏത് പ്രതിസന്ധികളിലൂടെ എങ്ങനെ കടന്നു പോകാം, കാരണം എങ്ങനെ കടന്നു പോകണം, അതിനങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായിട്ട് എല്ലാവരും കൊടുത്തും കൊണ്ടുമൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത്, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനുള്ളൊരു പോംവഴികളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൽകി വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതിന് പല ആളുകൾക്കും വ്യത്യസ്തപ്പെട്ട അഭിപ്രായങ്ങൾ മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനത്തെ സ്വാഭാവികമായിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെല്ലാം രമ്യതപ്പെട്ട് ഒരു എന്താ പറയാ സമവായത്തോട് കൂടിയിട്ട് നമ്മളെല്ലാം പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പാരമ്പര്യമായിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന ആളുകളുണ്ടാവും, അച്ഛൻ, മകൻ, അദ്ദേഹത്തിന്റെ മകൻ, മകൾ എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്ന ആളുകളുണ്ട്. പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കുറെ കൂടിയും ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ രീതിയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ ഇത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്ത് ചെറിയ ഉൽപ്പന്നത്തിനും ഓൺലൈനിലേക്ക് നോക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അപ്പൊ ഫർണിച്ചർ ഇൻഡസ്ട്രി ഓൺലൈനിലേക്ക് മാറ്റപ്പെടുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് സർ അതിനെ വിലയിരുത്തുന്നത്? അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതൊന്നും ഒരിക്കലും പിന്തിരിഞ്ഞു നിൽക്കാൻ ആർക്കും പറ്റില്ല. അത് ആര് വേണമെന്ന് വിചാരിച്ചാലും വേണ്ടെന്ന് വിചാരിച്ചാലും അത് മുന്നോട്ട് തന്നെ പോകും. അപ്പൊ നമ്മൾ ഫ്യൂമ എപ്പോഴും അങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്യാൻ അതിന്റെ തുടക്കം കാലം മുതലേ നമ്മൾ എന്നും മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല പല പദ്ധതികൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങി. പക്ഷെ അത് പല കാരണത്താൽ അത് നിന്നുപോയി. ഇന്നിപ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള കമ്പനികളായിട്ട് നമ്മുടെ പല ഉൽപ്പാദകരും ആമസോൺ പോലത്തെ കമ്പനികൾക്കും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെ കമ്പനികൾക്കും നമ്മുടെ പല ഉൽപ്പാദകരും അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊരു പരിധി വളരെയധികം ഫ്യൂമയുടെ പ്രവർത്തനങ്ങൾ, ഫ്യൂമയുടെ നമ്മുടെ ആളുകളുടെ അവബോധം, അവയർനെസ് കൊടുക്കലും ഇതൊക്കെ വളരെയധികം അവരെ ഉപകരിച്ചിട്ടുണ്ട് അവർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം എന്നും കാലത്തിന് ഒപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ, ഇനിയിപ്പോൾ ഏത് ലെവലിലുള്ള പ്രോഡക്ട്സ് ആണ്, ഏത് ലെവലിലുള്ള മാർക്കറ്റിലാണ്, ഇപ്പോൾ യൂറോപ്പ് ആണെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ അവിടെ നിന്നൊക്കെ പല ആളുകളും അവിടുത്തെ ഏജൻസ് എല്ലാവരും ഇവിടെ ഇന്ന് ഇതിന് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് ഇവിടുത്തെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടും ഇതിന്റെ പ്രോഡക്റ്റ് ഡെലിവറിനെ കുറിച്ചിട്ടൊക്കെ അവർ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടാണ് അവർ വരുന്നത്. ഇപ്പം നമ്മൾ പറയും 1000 കിലോമീറ്ററുകൾ അല്ലെങ്കിൽ 10,000 കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട യാത്ര ആരംഭിക്കുന്നത് ആദ്യ പടിയിൽ നിന്നാണ്, ആദ്യ ചുവടുവെപ്പിൽ നിന്നാണെന്ന് പറയും പോലെ ഫുമ എവിടെ നിന്ന് ആരംഭിച്ചു, ഇപ്പോൾ എവിടെ എത്തി, ഇനിയും എവിടെയോ എത്താനുണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരുടെയും മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പരസ്പരം സഹകരിച്ചുകൊണ്ട് നമുക്കും വളരണം, അവർക്കും വളരണം, നമുക്ക് ഒരുമിച്ച് വളർന്നാൽ എന്ന ഒരു കോൺസെപ്റ്റിലാണ് അവർ പ്രവർത്തിക്കുന്നത്. വളരെയേറെ സന്തോഷം സർ, പല തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഇത് വിസിറ്റ് ചെയ്യാൻ വന്നതിനും. കാരണം ഫിമ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ്, നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിലേക്ക് വരാനും ഇത് ഫർണിച്ചർ ഇൻഡസ്ട്രിയുടെ ഒരു തൃശ്ശൂർ പൂരം എന്നൊരു ടാഗ് ലൈൻ സാർ തന്നിരിക്കുകയാണ്. അത് പൂരങ്ങളുടെ പൂരമാണ്. അപ്പൊ അതുപോലെ തന്നെ എക്സിബിഷൻ ആണിത്. അപ്പൊ ആ ഒരു ടൈറ്റിൽ തന്നതിനും ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിനും ഒരുപാട് നന്ദി പറയാണ്. എന്നും ഞങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല വാക്കുകൾ സാർ ഇവിടെ സമ്മാനിച്ചു. എല്ലാ വിശ്വസം നേരുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.